നിൽക്കുന്നു ഞാൻ. എന്റെ രാധേ നീ വരൂ, താനേ പൂക്കും വനമലരായി കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ. മാർഗഴിയേ മല്ലികയെ മന്ദാരപ്പൂങ്കുരുവിയേ, മാർഗഴിയേ മല്ലികയെ മന്ദാരപ്പൂങ്കുരുവിയെ, മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. കണ്ണകിയോ നീയല്ലേ, കോവലനോ ഞാനല്ലേ. കണ്ണകിയോ നീയല്ലേ, കോവലനോ ഞാനല്ലേ. ചോളം കൊയ്യും മാസം വന്നാൽ മാട്ട് പൊങ്കൽ മാസം പോയാൽ സ്വരം നമുക്കൊരനന്ത കല്യാണം. മാമനായി മാരനായി വന്നിതാ എന്റെ മച്ചൻ, ഇല്ലേ വച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. ഏതു തമ്പ്രാൻ വന്നാലും വലയിൽ വീഴും മാനല്ല, മഴവിൽ ചാന്തു തൊട്ടൊരെന്റെ സ്വന്തം മണമകൾ. ഏതു തമ്പ്രാൻ വന്നാലും വലയിൽ വീഴും മാനല്ല, മഴവിൽ ചാന്തു തൊട്ടൊരെന്റെ സ്വന്തം മണമകൾ. രംഗനാഥൻ കോയിലിലെ തങ്കമുക്കു സ്വാമിയിലെ, രംഗനാഥൻ കോയിലിലെ തങ്കമുക്കു സ്വാമിയിലെ, വൃന്ദാവന കണ്ണാനി നന്ദാവനത്തേരിൽ വായോ. കൂത്തുകുമ്മി നാഗസ്വരം നമുക്കൊരനന്ത കല്യാണം. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. മാർഗഴിയേ മാർഗഴിയേ മല്ലികയെ മന്ദാരപ്പൂങ്കുരുവിയെ, മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. മാമനായി മാരനായി വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സംഗീത വിരുന്നൊരുക്കാനായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതെ, എല്ലാ കുട്ടിപ്പട്ടാളങ്ങളും ജഡ്ജസും നമ്മളും പ്രേക്ഷകരും ഒക്കെ ഈ സമയമാകുമ്പോഴത്തേക്ക് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വിഷമിപ്പിക്കത്തില്ല, നമ്മൾ കറക്റ്റ് ആയിട്ട് എത്തും. അപ്പൊ ഇന്നും അങ്ങനെ ഒരു കിടിലൻ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമുക്ക് അങ്ങ് തുടങ്ങാം അല്ലേ? തുടങ്ങാം. നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഷോയിലെ ടോപ്പ് ജഡ്ജസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം MG അങ്കിൾ, ബിന്നി ആന്റി ആൻഡ് രമി ചേച്ചി. ചേട്ടാ, നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ആളെ വിളിച്ചാലോ? വിളിക്കാം. ഓക്കെ, അപ്പൊ ഒരു മനോഹര ഗാനവുമായിട്ട് എത്തുന്നു ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ ഹിറ്റ്സ് റൗണ്ടില് ഋതു വീണ. വെൽക്കം ഋതു വീണ ഓൺ സ്റ്റേജ്. ഇത് ഹെയർ ബാൻഡ് ആടാ. അതെ, ഇവിടുന്ന് കണ്ടിട്ട് ഈ കറുത്ത ആന്റിനെ പോലെ ചെറിയൊരു ആന്റി, റേഞ്ചിന് വേണ്ടി ശ്രുതി പിടിക്കാൻ വേണ്ടിട്ട്. മക്കളെ, ഏത് പാട്ടാ പാടുന്നേ? ആലില കാവിലെ തെന്നലെ നിന്നെ. നല്ല ഡ്രസ് കേട്ടോ, ബ്യൂട്ടിഫുൾ ഡ്രസ്. നല്ല ഡ്രസ് കാണാൻ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ സുന്ദരി കുട്ടിയായിട്ടാ. അപ്പൊ ശരി, ഡീറ്റെയിൽസ് പറഞ്ഞോളൂ. മൂവി പട്ടാളം, വർഷം 2003,
മ്യൂസിക് വിദ്യാസാഗർ സാർ, എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി സാർ, പാടിയത് സുജാത ചേച്ചിയും പിന്നെ പി ജയചന്ദ്രൻ സാറും. എല്ലാവർക്കും അറിയാവുന്ന സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സോങ് നല്ല പെപ്പി സോങ്. ഡാൻസേഴ്സ് ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഓക്കെ, അപ്പൊ ശരി മോളെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. അടിച്ചു പൊളിക്ക്. ഓക്കെ. കടുകുകൾ പൂക്കുമാ വയലുകൾക്കപ്പുറം കുടിലിലേക്കിന്നു ഞാൻ കൊണ്ടുപോകും. ഞങ്ങളൊന്ന് തുടങ്ങിയപ്പോ അങ്ങ് തീർന്നു പോയി. വീണക്കുട്ടി,
എന്തോ നന്നായിരുന്നു, നല്ല പഞ്ചുണ്ടായിരുന്നു കേട്ടോ നമ്മളെ പാടി. താങ്ക് യു സാർ. കാരണം ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്കൊന്ന് ഉണരും, നമുക്കൊരു ഒന്ന് ആടാൻ തോന്നും. നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് നല്ല പവർഫുൾ വോയിസും ഉണ്ട് കേട്ടോ, നല്ല ശബ്ദം, ത്രോ ഉണ്ട് വോയിസിന്. അപ്പം എന്ത് പാടിയാലും വൃത്തിയായിട്ട് കേൾക്കും. ശരണത്തിൽ മാത്രമാണ് എനിക്കൊരു ചെറിയൊരു ഇത് തോന്നിയ, മാൻകിടാവുകൾ തൊട്ട് പിന്നെ പീലി നീർത്തി മയിൽ ലോല ലോലമായി നിന്റെ ചിത്രം നെയ്തലാമ്പൽ, അവിടെയൊക്കെ കുറച്ച് മോക്ക് സ്ലിപ്സ് വന്നു, അത്രേ ഉള്ളൂ. മോളെ എല്ലാത്തിനും നോട്ട്സ് ഉണ്ട്, അതായത് സ്വരസ്ഥാനം എന്ന് പറയും മലയാളത്തിൽ, അല്ലാതെ എല്ലാവരും പറയും നോട്ട്സ് എന്ന് പറയും. ഇപ്പം ആ പിന്നെ പീലി നീർത്തുമി ഒന്ന് പാടിക്കാൻ, ഞാനപ്പോൾ അതിൻ്റെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. പീലി നീർത്തുമീ മയിൽ മയിൽ നീ നിഷാദം ടച്ച് ചെയ്യണം. പോൽ കറക്റ്റാ. അത് കഴിഞ്ഞ് ലോല, അത് ഗരീസ എന്നുള്ള നോട്ട് ഇങ്ങനെ ഒടിച്ച് വളച്ച് ഇങ്ങനെ റൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഒരു റാ എന്ന് വരച്ചാൽ എങ്ങനെ ഇരിക്കും, അതാണ് ആ നോട്ട്. ഇപ്പം ഗ രി സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 3 ഇങ്ങനെ വരും. മറ്റേത് ലോല ലോല വിരിഞ്ഞു മാനസം. കറക്റ്റ് കറക്റ്റ്. അപ്പൊ അത് ശ്രദ്ധിച്ച് അങ്ങ് തട്ടിക്കൊണ്ടാൽ മതി കേട്ടോ. നല്ല ശബ്ദവും ബാക്കി എല്ലാം ഉണ്ട്. ഞാൻ രസിച്ചു ഈ പാട്ട് കേട്ടോ. പക്ഷെ ഇങ്ങനത്തെ ഉള്ള ഈ ചെറിയ സംഭവങ്ങൾ വരുമ്പോൾ അതിനകത്ത് മാർക്കിൽ പ്രതിഫലിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ചക്കരെ ഋതു വീണക്കുട്ടി എന്തോ നല്ല സെലക്ഷൻ ആണ്. ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിന്റെ ആ ഒരു അനുപല്ലവിയും ചരണവും ഒക്കെ വരുമ്പോൾ അദ്ദേഹം ആ ഒരു 3 ടൈപ്പ് ഓഫ് ഒരു ഗതിഭേദം അവിടെ വരുത്തിയിട്ടുണ്ട്. ആ ഒരു ഇപ്പം മാൻ കിടാവുകൾ എന്ന് മാൻ കിടാവു, ആ ഒരു ഇത് മാൻ കിടാവുകൾ പിടഞ്ഞു പാഞ്ഞപ്പോൾ വേണമെങ്കിൽ ആദ്യത്തെ ആ ഒരു ട്യൂണിനനുസരിച്ച് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ബട്ട് വിദ്യാസാഗർ സാർ അവിടെ അതിനൊന്ന് ഇത് കൊടുത്തിട്ട് എൻ്റെ ഉള്ളിൽ ആ അടി കഴിഞ്ഞിട്ട് ഒരു ഇത് കഴിഞ്ഞിട്ട് അതിനുശേഷം നെയ്തലാമ്പൽ പോലെ എന്നുള്ളത് സമത്തിന്നു 3 ടൈപ്പ് ഓഫ് ഒരു ഗതി അവിടെ ഒരു ഭേദം അവിടെ വരുത്തിയിട്ടുണ്ട്. ഭയങ്കര കോമ്പോസിഷൻ ഇത്. അതിൻ്റെ കൂടെ ആ ഒരു എന്താ പറയുക നോട്ട്സ് ദിടീന്ന് ഒരു സാഗപാദ ആ ഒരു വലച്ചി ടച്ചൊക്കെ കൊണ്ടുവന്ന് വണ്ടർഫുൾ കോമ്പോസിഷൻ. അദ്ദേഹത്തിനെ പറ്റുള്ളൂ. എന്തൊരു കോമ്പോസിഷനായത്. ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പം എം ജി ചേട്ടൻ പാടിപ്പിച്ച ആ സംഗതി മോള ആകെ എടുത്തിരിക്കുന്ന നാട്ടുമൈനകൾ പറന്നു പാറുമേ, അത് മോള് കറക്റ്റായിട്ട് എടുത്തു. ബാക്കി എല്ലായിടത്തും ആ ഒരു സെയിം സംഗതി കുറച്ച് ഒരു മുളത് കറക്റ്റായിട്ട് കൺവേ ചെയ്തുകൊണ്ട് ഒരു ഇടറിച്ച ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. എന്തോ പറ്റി ആ ഒരു അത് തൊണ്ട ഡ്രൈ ആ. പല്ലവി അതുകൊണ്ട് ലാസ്റ്റ് പല്ലവി അതുകൊണ്ട് ഫുള്ളൊരു ഇടർച്ച പോലെ ആയിപ്പോയി കേട്ടാ. ബാക്കി പോർഷൻസ് ഒക്കെ നന്നായിരുന്നു. താങ്ക് യു മാം. ഋതുവീണ നന്നായി പാടുന്ന കുട്ടിയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഉള്ള ഒരു പ്രശ്നങ്ങൾ ഒന്ന് ഇനി അടുത്ത തവണ മാറ്റാൻ നോക്കൂ കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. ഋതുക്കുട്ടി എന്തോ നീ എന്താ പറയാൻ? സെയിം ഇതൊക്കെ തന്നെയായിരുന്നു. മോക്ക് മുകളിലോട്ട് പോകുന്ന കൊട്ടുണ്ടോ കുഴലുണ്ടോ അതൊന്ന് പഠിക്കേ. കൊട്ടുണ്ടോ കുഴലുണ്ടോ ഇപ്പൊ കിട്ടി. എനിക്കൊന്ന് ഫുള്ള് പാടി വന്നപ്പോ അവിടെയൊക്കെ ഇച്ചിരി വെള്ളി വന്നു. എനിക്കത് പാടി വരുമ്പോ ഉള്ള സ്ട്രെയിൻ ആണെന്ന് തോന്നുന്നു. പിന്നെ മോള് ടെൻഷനും ആവുന്നുണ്ട്, എനിക്ക് മുകളിലോട്ട് പോവോ. പിന്നെ നല്ല ഉറച്ച ശബ്ദമാണ്. അപ്പൊ അതിൽ ഒരുപാട് സ്ട്രെസ് കൊടുക്കുന്നോണ്ടാണ് കുറച്ച് മേലെ ഓപ്പൺ ആയിട്ടാണ് അവള് പാടുന്നത്. ഒത്തിരി ശക്തിയിൽ ഓപ്പൺ ആയിട്ട് പിടിക്കുന്നോണ്ട് കൺട്രോൾ ചെയ്ത് പാടിയാൽ മതി. പാടി എനിക്ക് തോന്നുന്നു സുഖമായിട്ട് കിട്ടുന്നു. പിന്നെ നല്ല ത്രോ ഉണ്ട്, നല്ല എനർജറ്റിക് ആയിട്ട് പാടുന്നുണ്ട്. ഇതെല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ പേടിക്കാനൊന്നുമില്ല. ഡോക്ടർ കാണുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. കാര്യമായിട്ടുള്ള അസുഖമൊന്നുമില്ല കുട്ടിക്ക് കേട്ടോ. എന്റെ മൂക്കൊന്നുമില്ല. എനിക്ക് തോന്നുന്നു മോളെ വോയിസ് കൾച്ചർ ആരെങ്കിലും പഠിപ്പിക്കുന്നവരുണ്ടെങ്കിൽ, ഫിലിം സോങ് തന്നെ പാടുന്നവരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി അതൊന്ന് ആ മോഡുലേഷൻ മുകളിലുള്ള എങ്ങനെയാ അത് കൺട്രോൾ ചെയ്ത് പാടണമെന്ന് പഠിച്ചാൽ നന്നായിരിക്കും കേട്ടോ. ഓക്കെ. ഇത് അഭിനയിച്ചേക്കുന്ന ആരാ? ബിജു മേനോനും ജ്യോതിർമയും. അതായത് മറ്റേ മീശമാധവനും പട്ടാളവും കഴിഞ്ഞിട്ട് പിന്നെ ജ്യോതിർമയെ നമ്മൾ കുറെ നാളത്തേക്ക് കണ്ടില്ല. പക്ഷേ 2025 ഇതാ വമ്പിച്ച ഒരു തിരിച്ചുവരവ് ബൊഗൈൻ വില്ലയിലൂടെ വന്നു. ആണല്ലേ? പിന്നെ ഈശോയ്ക്ക് സ്തുതി എന്നുള്ള പാട്ടിലൊക്കെ എന്താ ഈശോയ്ക്ക് സ്തുതിയിലല്ലോ, ഭൂലോകം സൃഷ്ടിച്ച കർത്താവിനും സ്തുതി. എങ്ങനെയാണ് സ്റ്റെപ്പ്? ആ കൊച്ചിനെ തൊഴിക്കരുത്.
പറ്റുമെങ്കിൽ you can try. Yeah. സ്റ്റെപ്പ് പഠിച്ചിട്ടില്ല. പറ്റൂല്ലോ. ശ്ശെടാ. അതങ്ങനെ എല്ലാവർക്കും കളിക്കാൻ അങ്ങനെ പറ്റില്ല. ചാക്കോച്ചന് മാത്രം പറ്റുന്ന ജ്യോതിർമയ്ക്ക് മാത്രം പറ്റുന്ന സ്റ്റെപ്പാണ്. പ്രത്യേക സാഹചര്യത്തിൽ അതെ. അപ്പൊ സന്തോഷം, ഈ പാട്ട് നമുക്ക് ഒരു ജ്യോതിർമയി പൊക്കുറ്റിയാകാം. കാരണം കുറെ വർഷങ്ങൾക്ക് ശേഷം ഗംഭീര തിരിച്ചുവരവ് നടത്തിയല്ലേ. വീണ്ടും പട്ടാളത്തിൽ ഈ സോങ് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാ. So, we are giving you 97 out of 100. Thank you, sir. ആട്ടി ഒരു ജ്യോതിർമയി പൂക്കുറ്റി. Thank you, sir. ചേട്ടാ ഓ ഒരു ചലഞ്ച്. ചലഞ്ചോ? മറ്റേ വരുന്നവരും പോണവരൊക്കെ എന്താ എന്നെ ചലഞ്ച് ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ചേട്ടൻ ചെയ്യും. അതായത് നമ്മുടെ കോഴിക്കോട്ടുകാർക്ക് കപ്പ, മീന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് താല്പര്യം. അപ്പൊ വീട്ടിലെ അമ്മമാര് മറ്റേ മക്കളെ വിളിക്കും ചോറ് കഴിക്കാൻ. അപ്പം കോഴിക്കോട്ടുള്ള എല്ലാവർക്കും അറിയണമെന്നില്ല, ചില ആൾക്കാർക്ക് അറിയുന്ന ഒരു ചെറിയൊരു സംഭവം ഉണ്ട്. ഞാൻ പറയട്ടെ? ഞാൻ പറയും പോലെ പറയോ? ഉറപ്പൊന്നുമില്ല, നോക്കാം. പറ. ഉറപ്പിന്റെ ഉറപ്പാ, പറഞ്ഞോ. ഇപ്പൊ ഡെയിൻചേട്ടന്റെ പേര് വിളിക്കാം. ഡെയിൻചേട്ടാ, ഇന്ത് ചെമ്പച്ചാന മീനെ കുണക്കൊന്ന് കൂട്ട വെച്ച ഇന്ത് ചെമ്പച്ചാന മീനെ കുണക്കൊന്ന് കൂട്ട വേണം. ഇത് ചെമ്പച്ചാന മീനെ കുണക്കൊന്ന് കൂട്ട വെച്ച ഇന്ത് ചെമ്പച്ചാന മീനെ കുണക്കൊന്ന് കൂട്ട അല്ല, ഞാൻ സ്ലോലി പറഞ്ഞുതരാം. ഈന്തും ചേമ്പും ചേനയും മീനും കൂണും കൂന്തളും കൂട്ടാൻ വെച്ചാൽ ഈന്തോ ചേമ്പോ ചേനയോ മീനോ കൂണും കൂന്തളും കൂട്ടാൻ വേണം. ഭക്ഷണം ഒരു വീട്ടിൽ വെച്ചൂടാ. ഇത്ര കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ അടിച്ച ഒരു വഴിയായി. നിങ്ങള് ഈ കൊച്ചു ഇത് പറയുന്നതിന് അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ? കൊണ്ട് പറ്റില്ലടി ഓളതിന്റെ ചലഞ്ച്. ഓൾ ദി ബെസ്റ്റ്. ഇനി നമ്മളെല്ലാരും കാത്തിരുന്ന റൗണ്ടാണ് ക്യാരക്ടർ റൗണ്ട്. അപ്പൊ ക്യാരക്ടർ റൗണ്ടിലാണ് നമ്മുടെ അടുത്ത ഒരു കുട്ടിപ്പുലി ഇവിടെ വന്ന് പെർഫോം ചെയ്യാൻ വരുന്നത്. യുഎയിൽ നിന്നാണ് നമ്മുടെ കുട്ടിപ്പുലി എത്താൻ പോകുന്നത്. ശിവാനി കുട്ടിയാണ്. വെൽക്കം ശിവാനി ഓൺ സ്റ്റേജ്. കല്ല് കൊത്താനുണ്ടോ? കൈ നോക്കണോ? അതെ, സത്യത്തിൽ ആരാ? ജയഭാരതിയാണ്. അയ്യോ അനന്യ എന്ത് പറ്റി? ഒന്നുമില്ല. ഞങ്ങൾ പെൺകുട്ടികൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ്. കമ്മല് വന്ന് ഇതിൽ പിടിക്കും, സാരി വന്ന് അതിൽ പിടിക്കും. നിങ്ങൾക്ക് ഒരു ഷർട്ട് ഇട്ടിട്ട് അങ്ങ് ഇരുന്നാ മതി. പിന്നെ എന്തിനാ ഇത് ഇടുന്നേ? ഈ ഇതെല്ലാം കൂടെ തൂക്കി ഇട്ടിട്ട് ഇത് പിടിക്കും അത് പിടിക്കും എന്ന് പറയുന്നതിനെക്കാട്ടി ഒരു ഉടുപ്പ് മുണ്ട് കൊടുത്തുണ്ടെങ്കിൽ ഇരുന്നാ പോരെ. കുഞ്ഞുമക്കളെ ഏത് പാട്ടാ പാടുന്നേ? ജയഭാരതി അമ്മയുടെ പാട്ട്. ജയഭാരതി അല്ലേ? കാറ്റ് വന്നു കള്ളനെ മറ്റേ മുല്ലപ്പൂമ്പലിലോ? കാരണം അതാണല്ലോ കൂടുതൽ എല്ലാരും. അതെ, ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ ഗസ് ചെയ്യാൻ പറയോ? ഇല്ല, അത് നിങ്ങൾ ഗസ് ചെയ്യണം. പറഞ്ഞോളൂ. അതെ, മൂവി അരക്കള്ളൻ മുക്കാൽ കള്ളൻ. ഓക്കെ, രണ്ടുപേരും ഇവിടെ ഉണ്ട്. മുഴുക്കള്ളനും ഉണ്ട്. മുഴുവനും മുഴുക്കള്ളനും. സിനിമയുടെ പേര് കറക്റ്റായിട്ട് അരക്കള്ളൻ മുക്കാക്കള്ളൻ. ലിറിക്സ് പി ഭാസ്കരൻ മാസ്റ്റർ. അത് ഞാനാ. മ്യൂസിക് വി ദക്ഷിണമൂർത്തി. അത് ഞാൻ തന്നെ. ദക്ഷിണാമൂർത്തി. അടുത്തത് ഞാൻ. എന്റെ റോൾ എന്താണ്? ഇയർ 1974. ശരിയാണോ ചേച്ചി? 74 ആണോ? അതെ, 1974 ജൂൺ 10th. പെർഫെക്റ്റ് കേട്ടോ. എന്റെ ബർത്ത്ഡേ ജൂൺ 27th. വീണ്ടും 10 വർഷം കുറച്ചു. മക്കളെ പാടാം. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. അടിച്ചു പൊളിക്ക്.
ശിവാനിക്കുട്ടി എന്തോ തകർത്തു. താങ്ക് യു. നന്നായിരുന്നു മോളെ, നന്നായിട്ട് പാടി കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ മോളെ കാണാനും. ഡാൻസേഴ്സും എല്ലാം കൂടെ വന്നപ്പോൾ ഈ പാട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയി. പണ്ട് നസീർ സാറും ജയഭാരതിയും കൂടെ അഭിനയിക്കുന്ന ആ മുഹൂർത്തം ഞാൻ ഇങ്ങനെ ആ ഫിലിമിലോട്ട് പോയി കുറച്ച് നേരം. അരക്കള്ളൻ മുക്കാക്കള്ളൻ, നല്ല രസമുള്ളൊരു പാട്ട്. പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമിയാണ് സംഗീതം. അദ്ദേഹത്തിൻ്റെ ഒരു സിമ്പിൾ സോങ് ആണിത്. അദ്ദേഹം സാധാരണ ചെയ്തു കഴിഞ്ഞാൽ ഒരു എന്താണ് ഗാംഭീര്യമുള്ള പല പാട്ടുകളാണ് വരുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇന്നും ഇതുപോലത്തെ പാട്ടുകളുണ്ട് എന്ന് അദ്ദേഹം തെളിയിച്ചു തന്നൊരു പാട്ടാണ്. നല്ല പാട്ട്. മോൾ പാടിയത് നന്നായിരുന്നു. എനിക്ക് ചില ഈ സംഗതികൾ പാടുന്നതിൻ്റെ കുരുക്ക് സംഗതികളിൽ മാത്രം 1-2 സ്ഥലത്ത് എനിക്കൊരു ചെറിയ ഇത് തോന്നി. അത് മോള് കൊച്ചല്ലേ, പാടി വരുമ്പോൾ ശരിയാവും. അല്ല എനിക്ക് വലിയൊരു മിസ്റ്റേക്കായിട്ടൊന്നും തോന്നിയില്ല. മോള് നല്ല രസിച്ച് ചിരിച്ചുകൊണ്ട് പാടി. ദറ്റ് ഈസ് നൈസ്. ഓക്കെ, വെരി ഗുഡ്, ഓൾ ദ ബെസ്റ്റ്. ചക്കരക്കുട്ടി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കല്യാണ പന്തലിൽ ആ സംഭവം മാത്രം ഒന്ന് മോള് പാടിക്കേ. കല്യാണ മിന്നു കെട്ടി കൈ പിടിക്കണ നാൾ വരെ, കല്യാണ മിന്നു കെട്ടി കൈ പിടിക്കണ അവിടെ കല്യാണം മിന്നു കെട്ടി അങ്ങനെ ഒരു സംഗതി ഇല്ലേ രണ്ടാമത് പാടുമ്പോ? കല്യാണ മിന്നു കെട്ടി കൈ പിടിക്കണ. പാടിക്കോ. പാടിക്കോ. കൈ പിടിക്കണ നാൾ വരെ കൊല്ലാതെ കുറച്ചൊരു സ്പീഡ് വേണം. കൊല്ലാതെ അങ്ങനെ കൊല്ലാതെ കൊല്ലണ പൂമാരൻ അല്ലേ, ഒരു ചെറിയ ഒരു പൂമാരൻ നമ്മെ കൊല്ലാതെ കൊല്ലണ പൂമാരൻ. ഓക്കെ ഓക്കെ ഓക്കെ, സൂപ്പർ. അങ്ങനെ പാടിയാ മതിയായിരുന്നു. അത് ആ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ മോളെ. ഗോഡ് ബ്ലെസ് യു. എനിക്ക് ഈ പാട്ടിനെ പറ്റി സംസാരിക്കാനുള്ളത് എല്ലാം പറഞ്ഞല്ലോ. ഇനിയിപ്പോ എന്താ പറയാ, മോൾ നല്ല രസമായിട്ട് പാടിയിട്ടാ. പിന്നെ എനിക്ക് തോന്നിയിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഏറ്റവും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു ഇതെന്ന് വെച്ചാൽ എനിക്കൊരു ഒന്നൊന്നര ഒരു ഇതുണ്ട്. ജാനകിയമ്മയുടെ ഡൈനാമിക്സ് ആണ്. അതെ, അതും കൂടെ ഒന്ന് കുറച്ച് മോടെ ശരീരത്തിൽ നിന്ന് ആരോഗ്യത്തെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. കാട്ടിലെ ചിരിച്ചോണ്ടൊക്കെ ഏലമണി കാട്ടിലെ മലങ്കുറവാ. സൂപ്പർ, അതൊക്കെ വരും കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. ഇപ്പോൾ കലക്കി. ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. ഇതൊക്കെ പറയുന്നത് എന്തിനാന്നറിയോ? ഞങ്ങൾ ഈ തമാശയൊക്കെ പറയും, അതിന്റെ കൂട്ടത്തിൽ കാര്യവും പറയും. അപ്പൊ ആ കാര്യങ്ങൾ മാത്രം എടുക്കണം. ഓക്കെ, അപ്പൊ സോ വി ആർ ഗിവിംഗ് യു 98 ഔട്ട് ഓഫ് 100. ആദ്യ ഒരു മുല്ലപ്പൂമ്പൂക്കുട്ടി. അടുത്ത റൗണ്ടിൽ കാണാം കേട്ടോ. ബൈ. മിനുട്ടി, ഒട്ടും സമയം കളയണ്ട. എത്ര പെട്ടെന്ന് അടുത്ത ആള് വിളിക്കാം. എന്താ പറയുന്നു? ഞാൻ നല്ലത് അത് തന്നെ. അപ്പോ ഗിരീഷ് പുത്തഞ്ചേരി ഇറ്റ്സിലാണ് നമ്മുടെ അടുത്ത കുട്ടിക്കുറുമ്പനോടെ പാടാൻ വരുന്നത്. ലെറ്റ്സ് വെൽക്കം ദേവതീർത്ത് ഓൺ സ്റ്റേജ്. ഇതല്ലേ ഇതാരാ? ഇത് ദേവതീർത്ത്. ദേവതീർത്ഥമേ, ഉണരൂ. ഈ വർത്തമാനം പറയുന്ന പിള്ളേര് വന്നാൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ എന്തിനാ കടന്ന് വർത്തമാനം പറയുന്നറിയോ? ചില പിള്ളേര് എന്ത് ചോദിച്ചാലും മിണ്ടുന്നില്ലാന്നേ. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ ചിരിപ്പിക്കാനും നിങ്ങളൊന്ന് കൂളാക്കാനും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഉണ്ട്, എന്നോട് ദേവതീർത്ഥനോടോ? ഞാൻ ദേവതീർത്ത്. ചോദിക്കേച്ചി. ദേവതീർത്ഥ, നിന്റെ ഉടുപ്പ് കാണാൻ എന്തൊരു ഭംഗി. അതൊക്കെ അവിടുന്ന് ചിക്കപ്പൂരിന്ന് വാങ്ങിച്ചോണ്ട് വന്നു. ഞാൻ ഇട്ട് ഇനിയിപ്പോ എടുത്ത് കളയും. ഈ ജുബയും മുണ്ടും ഒക്കെ ഏത് കടയിൽ നിന്നാ മേടിച്ചത് ദേവതീർത്ഥ? ഏത് കടയിൽ നിന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ. എവിടെ നിന്ന് വാങ്ങിച്ചു? ഞാനും കിട്ടും അത്രേ. അച്ഛൻ പോയതിന് സങ്കടം ഉണ്ടായിരിക്കുമല്ലോ ഇപ്പോഴും? സങ്കടം ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്നു. പിന്നെന്താ സമ്മാനമായിട്ടൊക്കെ വരാറില്ലേ? സമ്മാനമായിട്ട് വരും. സമ്മാനമൊക്കെ വാങ്ങിച്ചു വയ്ക്കും. ഒരു ദിവസം കളിക്കും, പിന്നെ അങ്ങ് പോവും. ഇഷ്ടപ്പെട്ടോടാ? അതിന്റെ അർത്ഥം എന്താ? നിന്നെ നമ്മുടെ ഉള്ളിൽ പഠിച്ചെടുത്തിരിക്കുക. നിന്റെ ക്യാരക്ടർ നിന്നെ ഞാൻ ആവാഹിച്ചെടുത്തിരിക്കുകയാണ്. ഏത് പാട്ടാ മോനെ പാടുന്നത്? വിളക്ക് വയ്ക്കും. അയ്യോ, വിളക്ക് വയ്ക്കും വെണ്ണൽ തൂവിയ സിന്ദൂരം. പക്ഷെ വേറൊന്നുമില്ല, എയർ സിലിണ്ടർ കൊണ്ടുവന്നിട്ടുണ്ടോ? സിലിണ്ടർ ഈ എയറേ അടുത്തൊരു കുറ്റി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലേ
അയ്യോ അവൻ രമ്യ കൊണ്ടുവരുവാ. അതൊക്കെ പാടും ദേവകുട്ടൻ. പാടിത്തകർക്കും നോക്കിക്കോ ഇപ്പൊ. അതാണ്. നോക്കിക്കോ. അതൊക്കെ അത്ര ഉള്ളത്. എന്നാ ഡീറ്റെയിൽസ് പറഞ്ഞു മക്കളെ. സിനിമ മേഘം, ആ മ്യൂസിക് ഔസേ ബച്ചൻ സാറ്, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാറ്, പാടിയത് നമ്മുടെ അണ്ണൻ. വർഷം 1999. അടിപൊളി. അതെന്തെങ്കിലും ആയിരിക്കും വർഷം അണ്ണൻ ധൈര്യമായിട്ടങ്ങ് പാടും. ധൈര്യമായിട്ട് അടിച്ചു ആ സ്ഥലം വരുമ്പം ടെൻഷൻ അടിക്കരുത്. ഇല്ല, ചുമ്മാ പറഞ്ഞപ്പോഴാട്ടോ ഞാൻ ഈ പോർഷനിലോട്ട് ശ്രദ്ധിച്ചത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ അല്ലേ. എടാ നീ അതിനെപ്പറ്റി ടെൻഷൻ ആവണ്ട കേട്ടോ, ഒന്ന് പേടിച്ചാ മതി. ഒരു ഭയം. അവനെന്തോന്നു അതെ അവനും ടെൻഷനില്ല. അവന് നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ സംസാരിക്കുന്നു. ഞാൻ പാടും. ഞാൻ പാടി പോയി കഴിഞ്ഞാൽ പോകും. അത്രയല്ലേ. അണ്ണനും വലിയണ്ണനും ചെറിയണ്ണനും ഒരേപോലെ. ഇവനിപ്പോ അങ്ങ് പോവും. MG ഞങ്ങളിങ്ങനെ അണ്ണ പാടണ്ണ. ഓക്കെ, അണ്ണാ ധൈര്യമായിട്ട് പാടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പതിവ് പോലെ ഇത് നമ്മൾ തകർക്കുന്നു കേട്ടാ. ഓക്കെ. ആ
കലക്കി. ചേച്ചി നമുക്കും പോയി അവരെ കെട്ടിപ്പിടിച്ച് ചുമ കൊടുക്കാം. ബാ. ഞാൻ തരത്തില്ല. മുച്ചൂട്ടി ഞാൻ വന്നേ. മിടുക്കൻ മിടുക്കൻ മിടുക്കൻ. കണ്ണി കലൈമാൻ. താങ്ക് യു. നമ്മുടെ മുച്ചൂട്ടിയാണ് കോറസ് നിന്ന് തകർത്ത് പാടി കേട്ടോ. ആ വെല്ലുവിളി ഏറ്റെടുത്ത് അല്ലേ മക്കളെ? സമ്മതിച്ചെന്നടാ. കാരണം വേറൊന്നുമില്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ. ഒരു ചെറിയൊരു ശ്വാസം ഇങ്ങനെ ടപ്പെന്നങ്ങ് എടുത്ത്, അതായത് അറിയാത്ത രീതിയിൽ അവിടെ ഒരു ശകലം റിവർബ് ഇടുകയാണെങ്കിൽ അറിയത്തേയില്ല. ഒരു സത്യം പറയട്ടെ, ഈ പാട്ട് പാടിയപ്പം പഞ്ചിങ് ഉണ്ടായിരുന്നു. പഞ്ചിങ് ഇല്ലാതെ ഈ ഒരു പാട്ട് നമ്മൾ അത്രയും പ്രഷറിൽ ഇപ്പം നമ്മൾ പതുക്കെ പാടുകയാണെങ്കിൽ, അതായത് ഇങ്ങനാണെങ്കിൽ നമുക്ക് അങ്ങ് അറ്റം വരെ എത്തിക്കാം. പക്ഷെ തന്നനാനൻ അത്രയും പ്രഷർ കൊടുക്കുമ്പോൾ നമ്മുടെ വോയിസ് മുഴുവൻ തീർന്നു പോകും. മോനെ, നീ ഒറ്റ ശ്വാസം എടുത്തുള്ളൂ, അങ്കിള് 3 ശ്വാസം എടുത്തു. ഇതാണ് അതിൻ്റെ സത്യം. അതായത് പഞ്ചിങ് എന്ന് പറയും. ആ പഞ്ചിങ് പെർഫെക്റ്റ് ആകാൻ വേണ്ടി അന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ ചില സ്ഥലത്തെ പഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ പോലെ ഡിജിറ്റൽ പഞ്ചിങ് അല്ല. ചില സ്ഥലത്ത് ഇപ്പം വരി എന്താണ്? ഒരു ഇലഞ്ഞി മരത്തിൽ കുത്തി കഴിഞ്ഞാൽ കോടി കൊടുത്തൊരു ഇലഞ്ഞി മരത്തിൽ എന്നൊരു സൗണ്ട് കേൾക്കും. അപ്പോൾ വീണ്ടും റീടേക്കാണ്. അപ്പം എവിടെങ്കിലും കിട്ടിയാൽ കിട്ടിയെന്നേ ഉള്ളൂ പാടുമ്പോഴത്തേക്ക്. അപ്പം നമ്മൾ പാടി അങ്ങ് പോവും, പിന്നെ വീണ്ടും പാടി അതിൻ്റെ മുകളിൽ ഓവർലാപ്പ് ചെയ്ത് പോവും. അങ്ങനെ 3 പ്രാവശ്യം പാടിയപ്പോഴാണ് ഇത് ശരിയായത്. മോൻ ഒറ്റയടിക്ക് ഒറ്റ പ്രാവശ്യം അതിൻ്റെ ഇടയ്ക്ക് നിർത്തി. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ചേട്ടാ, ശ്വാസം അയ്യോ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അവൻ എന്തോ കണ്ടിട്ടുണ്ട്, അവൻ പാടും. അതെ, എടുത്തോണ്ട് വരില്ല. ഇത്ര പവർഫുൾ ആയിട്ട് പാടിയതാണ്. അതായത് നമ്മൾ ആ പാട്ട് തുടങ്ങിയപ്പോൾ തൊട്ട് അവൻ്റെ എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ തീരുന്നത് വരെ ഒരൊറ്റ ഇങ്ങനെ നിന്ന്, അതായത് ഇങ്ങനെ ഇതിങ്ങനെ നിൽക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ആ പവർ ലെവൽ ഇങ്ങനെ നിന്ന് ഇങ്ങോട്ട് വരുന്നതേ ഇല്ല. ലാസ്റ്റ് സാർ അടുത്തെത്താറായപ്പോ അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ട് ആളുടെ ഒരു നോട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഹെഡിങ് അടികൂടെ എന്റെ ബാല്യം പകച്ചു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്കാർക്കും അവിടെ ഇരിക്കാൻ പറ്റില്ല കേട്ടോടാ, ഞങ്ങൾ അതുകൊണ്ട് അങ്ങ് അറിയാതെ. എനിക്ക് തോന്നുന്നു മറ്റൊരു റിയാലിറ്റി ഷോയിലും ഈ പാട്ട് പാടി കേട്ടിട്ടില്ല. കാരണം അതിന് ഒരൊറ്റ കാര്യം ഇത് മാത്രമാണ്, ഒറ്റ ശാസ്ത്രം ഇത് ശ്വാസം. അത് ഇവിടെയും സീസൺ 1 തൊട്ട് ഇതുവരെ ആയിട്ടും ആരും പാടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ലേ? ആരും പാടിയിട്ടില്ല. മോനാണ് ആ കപ്പ, ആ കിരീട മോനാണ്. God bless you. അല്ലേ? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ശ്വാസം ഇല്ലാത്ത ആൾക്കാർ ഇനി ഇവനെ കൂടെ വിളിച്ചാൽ, ശ്വാസം ഇല്ലാതെ പാടുമ്പോഴേ ഇവനെ ഒന്നും കൂടെ പതുക്കെ പാടിക്കോ ബാക്കി. ആഹാ, ഒരു കടുക്കനുണ്ടല്ലോ ഇവിടെ. ഈ നേട്ടത്തിൽ എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ? ഒരുപാടുണ്ട്. നമ്പർ 1 ഞാൻ സന്തോഷമുണ്ട്. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ശ്വാസം, ഞാൻ വിചാരിച്ച് ചില ഇടയ്ക്കൊക്കെ തെറ്റി പോവെന്ന്. പോയില്ല. കുറച്ച് ശ്വാസം നിങ്ങൾക്കും വേണമെങ്കിൽ. എത്ര ബ്ലെസ്ഡ് ആണെന്നറിയാം. ഒരു പാട്ടുകാർക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത് ശ്വാസം. അത് വലിയൊരു ശ്വാസത്തിനെ ആദ്യം 10 പ്രാവശ്യം നമസ്കരിച്ചിട്ട് വേണം നമ്മൾ പറഞ്ഞു നെഞ്ചിക്കൊള്ളിക്കാതെ. മാത്രമല്ല വീണ്ടും ഒരു കാര്യം കൂടെ വേണം, ഗുരുത്വം. ആ 3 അക്ഷരം ഒക്കെ കൊണ്ട് കേട്ടോ. മോന്റെ അച്ഛനും അമ്മയും ആരാ ഇതില്? അച്ഛനും അമ്മയും അപ്പൂപ്പൻ. മാമനും കൈവെക്കും. സത്യത്തില് ഞാൻ വരെ എന്റെ കണ്ണീന്ന് ഒരു തുള്ളി
ഒരു ഞാൻ അങ്ങനെ ചെറുതായിട്ട് കളയാറില്ല ഒരു കണ്ണീര് പോലും വെള്ളം വെച്ചിട്ടില്ല. പക്ഷെ ഒരു തുള്ളി എനിക്ക് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഈ മോൻ പാടാൻ തുടങ്ങുമ്പോഴത്തേക്ക്, ഈ മോനെന്നല്ല ഏത് കുട്ടിയും പാടാൻ തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ മാതാപിതാക്കളെക്കാട്ടിൽ കൂടുതൽ ടെൻഷൻ ഞങ്ങൾക്ക്. ഞാൻ അവിടെ നിന്നുകൊണ്ട് സ്വാമിയെ ശരണമയ്യപ്പ ദൈവമേ ഇത് കറക്റ്റായിട്ട് പാടണേ എന്ന് വിചാരിക്കും. പക്ഷെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് ഈസിയാവും, പിന്നെ അങ്ങ് വിടും. പിന്നെ നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, അതങ്ങ് കൈവിട്ടു. നന്നായിട്ട് പാടിക്കൊണ്ട് വരുമ്പോ അടുത്ത ചരണം കൂടി ഉണ്ടല്ലോ, അപ്പൊ കൂടുതൽ ടെൻഷൻ ആവും. അപ്പൊ പിന്നെ അവിടെ നിന്നുകൊണ്ട് പറയാറുണ്ട്, അയ്യോ ഈ ചരണം നന്നായിട്ട് പാടി, ആ കൊച്ചൻ ഇനി അടുത്തും കൂടെ പാടണേ എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും ഭയങ്കര ഒരു ടെൻഷൻ. സത്യത്തിൽ നിങ്ങളെക്കാട്ടി ടെൻഷൻ ഞങ്ങൾക്ക്. എന്തായാലും ഇന്ന് ഈ നിമിഷം നമ്മളെല്ലാവരും ഒരുപാട് ആഹ്ലാദിക്കുന്നു. നമ്മുടെ പ്രേക്ഷകരും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വലിയ ട്രീറ്റ് ആയിരുന്നിരിക്കും, സംശയമില്ല. കാരണം വർഷങ്ങൾക്ക് ശേഷം ഒരു റിയാലിറ്റി ഷോയിൽ, കാരണം മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഏതൊരു റിയാലിറ്റി ഷോ എടുത്തു കഴിഞ്ഞാലും ഇവിടെ മോൻ തെളിയിച്ചിരിക്കുകയാണ് ഈ പാട്ട്. സോ വി പ്രൗഡ്ലി ഗിവ് യു 100 out of 100. ആടി ഒരു ഔസേപ്പറ്റ അടിപൊളി. അണ്ണനുമായിട്ട് ചെറിയ ഇവനൊരു ഒരു പാട്ടിന് പാട്ട് പാടി 100 കിട്ടി. വീണ്ടും വിളക്കിന് ഒരു 100. ഞാൻ അണ്ണന്റെ പാട്ട് എടുക്കുള്ളൂ. അടുത്ത പാട്ട് ഏതാ മോനെ എടുക്കണേ? അടുത്ത പാട്ട് അണ്ണന്റെ ഏതെങ്കിലും ഒരു പാട്ട് കിട്ടിയാ കിട്ടും, ഇല്ലെങ്കിൽ പോകും. നന്നായി പാടാൻ പറ്റുമോ? അല്ല, ഈ ശ്വാസം നമ്മൾ തുടക്കത്തിൽ പഠിപ്പിച്ചപ്പോഴൊന്നും അവനൊരു കുഴപ്പമില്ല. ഞാൻ അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവനിത് പാടും. ഇവന്റെ നിപ്പും ആ ഒരു അല്ല, അവനെ സത്യം പറഞ്ഞ അതിനെ പറ്റി ചിന്തിച്ചിട്ടും ഇല്ലായിരുന്നു. ഓക്കെ മോനെ, ഗോഡ് ബ്ലെസ് യു കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഇനി നമുക്കൊരു ലിറ്റിൽ ഏഞ്ചലാവാം. സന്തോഷമില്ലേ? കുറച്ച് സന്തോഷം, വളരെയധികം സന്തോഷമായി. നമുക്ക് സന്തോഷം ഉണ്ടല്ലേ എം ജി ഞങ്ങളെ? അല്ല, നമുക്കെല്ലാം സന്തോഷമുണ്ട്. ഇത് പുള്ളിക്ക് സന്തോഷം ഉണ്ടോ എന്നുള്ള കൂടുതൽ സന്തോഷത്തിന് ഒരു കുറവില്ല. ഇല്ല. ആ നല്ലൊരു ലിറ്റിൽ ഏഞ്ചലാ. ഒന്നെങ്കിൽ പുലി, അല്ലെങ്കിൽ കൊരങ്ങൻ, അല്ലെങ്കിൽ ആന. ഇതൊക്കെയാണ് ആ ലിറ്റിൽ ഏഞ്ചലിന്റെ പ്രിയപ്പെട്ട ആൾക്കാർ. മുട്ട് തേച്ചോണ്ടിരിക്കുകയല്ലേ? അതെ, മാനസികമായിട്ട് തയ്യാറെടുത്തോണ്ടിരിക്കുക. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് വിളിക്കാം. ലെറ്റ്സ് വെൽക്കം ആരാധിക്കുട്ടി ഓൺ സ്റ്റേജ്. ടിമോളല്ലേ? അപ്പൊ എത്ര പേരുണ്ട്? മിസ്റ്റിമോള് വീട്ടിൽ വിളിക്കുന്ന പേരാ. മിസ്റ്റിമോൾക്ക് ഇഷ്ടം മിസ്റ്റിമോളെന്ന് വിളിക്കുന്നത്. ഇനി നമ്മള് മിസ്റ്റിമോളെന്ന് വിളിക്കാല്ലേ? മിസ്റ്റിമോളെ ആരാധ്യമോളെ എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല മിസ്റ്റിമോൾക്ക്, അല്ലേടാ? മിസ്റ്റോളെന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. ഏറ്റവും ഇഷ്ടം. മിസ്റ്റിമോളെന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. ആരാധ്യ എന്ന് വിളിച്ചാലും ഇഷ്ടമാണ്. അല്ല, ഇഷ്ടമല്ല. ഇഷ്ടമല്ല. ഈ ആരാധകരൊക്കെ വന്ന് ആരാധന എന്ന് വിളിച്ച കുഴപ്പമില്ലല്ലോ. ഇഷ്ടമല്ല. അപ്പൊ പിന്നെ നമുക്ക് പേര് മാറ്റിയാലോ, ഈ ആരാധ്യ എന്നുള്ള പേര്? അല്ല, എം ജി ഞങ്ങൾ നല്ല പേരിടും. പിന്നെ പോവേ ഇല്ല, കിടന്നോളൂ. ജീവിതത്തിൽ അത് അവിടെ കിടക്കും. വേണ്ട, ഞങ്ങൾക്ക് മിസ്റ്റി തന്നെ മതി. അതാ മിസ്റ്റിമോള് മതി. ഇത് ആരെ മോളെ ആദ്യം മിസ്റ്റിന്ന് വിളിച്ചത്? പിന്നെ മമ്മും വിളിച്ചു. അപ്പൊ അക്കച്ചിക്കാണ് ഇതില് നമുക്ക് അവാർഡ് കൊടുക്കേണ്ടത്. അക്കച്ചിയുടെ കുഞ്ഞുവാവയാണിത്. ശരിയാ. കൊടുക്കണം. അയ്യോ, ഞങ്ങളുടെ മമ്മു ഇല്ലാണ്ട് അവക്ക് മമ്മൂന്ന് വെച്ചാ അങ്ങനെ ജീവനാണ്. മക്കളെ ഏതാടാ പാടുന്നേ? പാടുന്ന പച്ചക്കറിക്കായ തട്ടിൽ. എന്നിട്ട് എന്തേ പച്ചക്കറിക്കായ തട്ട് പാടിത്തരും പച്ചക്കറിക്കായ. ഞങ്ങളുടെ ഉള്ളതിൽ ഏറ്റവും ചെറുതാന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഇത് ഒന്നുമില്ല, 1/2 കിലോയേ ഉള്ളൂ. എലിക്കുഞ്ഞ്. എലിയല്ല, കരടി. കരടിയാ? അപ്പൊ ഇന്ന് ഡെയിൻചേട്ടൻ ചെയ്യേണ്ടത് കരടിയാണോ? വിട്ടേക്ക്. എന്റെ കാല് കണ്ടു കഴിഞ്ഞാല് എന്റെ കാല് ഈ കളറല്ലേ തോമ? സ്റ്റോക്കിംഗ്സ് ശരിക്കും സോക്സാ. ഇത് സോക്സ് ശരിക്കുള്ള കളറാണ്. ആ ഉടുപ്പിനും കാലിനും ഒക്കെ ഒരേ കളറെന്ന്. സൂപ്പർ കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. മുടിയിലൊക്കെ ഇങ്ങനെ തലമുടിയിലൊക്കെ പല പല കളറിലൊക്കെ ക്ലിപ്പ്. ഇതൊക്കെ മമ്മു ചെയ്തു തരുന്നതായിരിക്കും അല്ലേ? ഇത് ഇപ്പൊ ചെയ്തെന്ന് അടുത്ത ആന്റിമാര്. 2 സ്വർണ്ണമാലയൊക്കെ ഉണ്ടല്ലോ, പുറത്തൊരെണ്ണ, അകത്ത് വേറെണ്ണോ, പുറത്ത് വേറെണ്ണോ. ശരി, ചക്കര എവിടെന്നറിയോ വാങ്ങിച്ച്? മലബാർ ഗോൾഡൻ. ഒരാളാണ്. നമുക്ക് പാട്ട് കേട്ടാലോ മക്കളെ? റിലിക്സ് ഒക്കെ പറയണം. പറയൂ. ബിച്ചു തിരുമലങ്കിൾ, മ്യൂസിക് എസ് ബാലകൃഷ്ണൻ അങ്കിൾ, പാടിയത് നമ്മുടെ സ്വന്തം എം ജി അങ്കിൾ, പിന്നെ
വർഷം 1991. സിനിമ കിൽക്കാമ്പട്ടി. എന്റെ അമ്മേ, എത്ര നേരം എടുത്തത് പഠിക്കാൻ? ഇതോ ആ ഇത് പാട്ട് കിട്ടിയ സമയത്ത് തന്നെ പഠിച്ചതാ. മിടുക്കി കേട്ടോ. അങ്ങനെയൊന്നുമില്ല, ഈ പാട്ട് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ മിസ്റ്റി മോളൊന്ന് നോക്കും. അത്രേ ഉള്ളൂ. റെഡി. അങ്ങനെയായിരുന്നു അവിടെ ചക്കരെ. പിന്നല്ലാതെ അത്ര സമയം എടുത്തോളൂ അല്ലേ? അത്രയൊക്കെ മതി. കുറച്ചുകൂടെ എല്ലാം പഠിക്കും. വേഗം പഠിക്കുമല്ല, പഠിക്കും. എന്ത് അങ്ങനെ ഒരു ടാലന്റ് ഉണ്ട് എനിക്ക്. ഇതെനിക്കൊരു ഭാരമായിട്ടാ തോന്നണേ. അപ്പൊ എന്തായാലും അടിച്ചു പൊളിക്ക്. ഓൾ ദി ബെസ്റ്റ്. ഞങ്ങളുടെ കിളിക്കാമ്പെട്ടിയാ, നന്നായിട്ട് പാടണേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. തകർക്കണം. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടിട്ട് ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാടു. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടിട്ട് ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാടു. വെള്ളരി പിഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുകി, തക്കാളി പപ്പാളി അച്ചിങ്ങ മച്ചിങ്ങ പിച്ചിങ്ങയോടൊപ്പം നടന്നു ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാടു. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടിട്ട് ചൊല്ലി, അരണേവാ ഹോന്തേവാ ഇത്തിരി തേനും കൊണ്ട് ഇത്തിരി പാലും കൊണ്ട് അങ്ങനോടിങ്ങനോടങ്ങനോടിങ്ങനോടോടോടെ ഓടോടെ. മണ്ണിലെ താരമല്ലേ നീ മിന്നി നിന്നിടണ്ടേ, അക്ഷയമാമക്ഷരങ്ങൾ കൂട്ടിനു കൂടണ്ടേ. കണ്ണിലെ താമരയിൽ കിനാവിൻ നന്നം പറന്നിറങ്ങാൻ, ഉണ്ണിക്കിടാങ്ങളെല്ലാം മുടങ്ങാതെണ്ണം കഴിച്ചിടണ്ടേ. പനിനീരളവായി തുറക്കൂ മാമുണ്ട് ചാഞ്ചാടു. കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാടു. അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു, പിള്ളേര് മുങ്ങിയെടുത്തു, തട്ടാ പിള്ളേര് തട്ടിയെടുത്തു.
കേട്ടാ. ആഹാ താങ്ക് യു. അസലായിരുന്നു മിസ്റ്റി മോളെ. എന്തോ എങ്ങനായി പാടിയിരിക്കുന്നത്? ഞാന് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയൊരു സംഭവം. ഇത്രേ ഒരു കുഞ്ചിന്റെ അടുത്ത് നിന്ന് ഭയങ്കര ഒരു എയർ സ്പേസ്. കാരണം അത് ഒറ്റ അടിക്ക് പാടിയിരിക്കുക. ഒന്നുകൂടെ പാടിയ മോളെ അത്. അരണേവാ ഓന്തേവാ ഇത്തിരി തേനും കൊണ്ട് ഇത്തിരി പാലും കൊണ്ട് അങ്ങനോട് ഇങ്ങനോട് അങ്ങനോട് ഇങ്ങനോടോടോടെ ഓടോടെ. അമേസിംഗ്. അതാ ഇത്ര ഇരുന്നാൽ എന്താ? കാന്താരിയാ കാന്താരി. കാലയ്ക്ക് മോളെ സൂപ്പർ ആയിരുന്നു കേട്ടോ. കാലൊക്കെ അടിച്ച് പൊളിച്ചു കേട്ടോ. കിഴിന്ന് ചുമ്മാ കിഴിച്ചിട്ടാങ്ക. രണ്ട് വാക്ക് നമ്മുടെ മ്യൂസിക് ഡയറക്ടറെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. എസ് ബാലകൃഷ്ണൻ സാറ് ഇത്രയും ഒരു മിതഭാഷിയും മാത്രമല്ല നല്ലൊരു ഫ്ലൂട്ടിസ്റ്റും. ആദ്യം ഫ്ലൂട്ടിസ്റ്റായിട്ടായിരുന്നു ഞാൻ പാടിയ പാട്ടുകൾക്കൊക്കെ അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്നത്. പിന്നാണ് സിദ്ദിഖ് ലാലിൻ്റെ പടങ്ങളിൽ എല്ലാം അദ്ദേഹം സംഗീത സംവിധാനം ചെയ്യാൻ തുടങ്ങിയത്. ചെയ്ത പാട്ടുകളെല്ലാം സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ്. ഉന്നം മറന്ന് തെന്നിപ്പറന്നതാണെങ്കിലും ഒരുപാട് പാട്ടുകൾ. നീർപ്പളുങ്കുകൾ അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മെലഡീസ്. പിന്നെ ദാസേട്ടൻ പാടിയ പാട്ടിലുണ്ട്, ചിത്ര പാടിയതുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടും ഒരു പാട്ട് പോലും മോശമല്ല. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം. കാരണം അത്രയ്ക്കൊരു നല്ല മനുഷ്യൻ. കാരണം ഒന്നിനൊരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടിട്ടേ ഇല്ല. ഞാൻ എത്ര വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തു. നോ കംപ്ലൈൻറ്റ്സ്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. മോള് ആ പാട്ടെടുത്ത് പാടിയത് ഒരു വലിയൊരു സംഭവമാണ്. കാരണം ബാലകൃഷ്ണൻ സാറിൻ്റെ പാട്ട്. ഈ പാട്ട് അന്ന് ഇറങ്ങിയതിനേക്കാളും പോപ്പുലർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. അതെ. ഇത് ഇങ്ങനെ എടുത്ത് പുതിയ ബാൻഡുകളും ഒക്കെ പാടി പുതിയ തലമുറയില് കവർ സോങ്സ് ആയിട്ട് അങ്ങനെ ഒരു പുതിയ പാട്ട് പോലെയായി ഇതിപ്പോ. അത്രയ്ക്ക് കുഞ്ഞു പിള്ളേർക്കടക്കം ഇത് എല്ലാവർക്കും അറിയാം. എനിക്ക് ഇത് കേൾക്കുമ്പോ സീസൺ 2 മേഘന ഇത് പാടി ഭയങ്കര പേര് 100 എടുത്ത എനിക്കത് വേഗം ഓർമ്മ വന്നു. ബാക്കിലേ വിസ്താര ഞങ്ങൾക്കതിലെ ഓരോ ഉള്ളിയോ ഞങ്ങൾക്ക് കണ്ണെടുക്കാൻ പറ്റുന്നില്ല. ഓരോരുത്തരെ കണ്ടപ്പോഴും ഓരോ ആൾക്കാർ ഓർമ്മ വന്നു. ഇങ്ങനെ വെറൈറ്റി വിഷ്വലൊക്കെ ഇടണേ, അതും ഒരു രസമാണ്. പിള്ളേർക്കും ശരിക്കും ഇതില്ലേ എന്താണ് തക്കാളി കണ്ടപ്പോ നമുക്ക് മദ്രാസിൽ ഒരാളിനെ ഓർമ്മ വന്നു. ഇവരുടെ അയൽവാസിയാ അയ്യാസ്വാമി എന്ന് പറഞ്ഞ ഒരാളുടെ അതേ ചായയായിരുന്നു. അത് കണ്ടിട്ട് ഞങ്ങൾക്ക് നല്ല രസമായിരുന്നു. എന്തൊരു സന്തോഷം. ഈ സ്റ്റേജിൽ ഇങ്ങനെ മിസ്റ്റി കുഞ്ഞ് ഇങ്ങനെ ഇത്തിരി പോകുന്ന ഒരു ഇത്തിരി കുഞ്ഞിനെ അവിടെ നിന്നിട്ട് വെച്ച് അലക്കുക. ആ ഡ്രൊക്കെ എടുപ്പ് ഇപ്പൊ രണ്ടാമത് പാടിച്ചപ്പോഴും അതിനേക്കാൾ സൂപ്പറായി. ഞാൻ പറയുന്നേ ഈ പ്രായത്തിൽ ഈ കുട്ടികൾ ഇത്ര പഠിച്ച് വരണ്ടേ, അക്ഷരമൊക്കെ പഠിച്ച്. എൻ്റെ അടുത്ത് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല. എനിക്ക് ഇത് പേപ്പർ നോക്കിയാലേ പറ്റത്തുള്ളൂ. പക്ഷെ ഇവരൊക്കെ എങ്ങനെയാണെന്നുള്ള അതിശയമാണ്. അതാണല്ലോ ഈ അല്ല ഇത് ലിറ്റിൽ ഏഞ്ചൽ അല്ലേ. അപ്പൊ ഇതൊക്കെ ഒരു അതിശയമാണ്. ഈ കുഞ്ചുകൾ അല്ലേ, കുഞ്ചെന്ന് പറയാം. കുഞ്ചുകൾ വന്നിട്ട് ഇങ്ങനെ ഈ പാട്ടുകൾ കാണാതെ ഈ വരികളൊക്കെ പാടുകയും നല്ല രസമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് അതുകൊണ്ടായിരിക്കാം ഈ ടോപ്പ് സിംഗർ എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ ദിവസവും ആ ടോപ്പായിട്ട് തന്നെ അർത്ഥം കറക്റ്റായിട്ട് വന്നു. ടോപ്പ് എന്നുള്ളത് ആരിട്ടാലും ടോപ്പ് സിംഗർ എന്നുള്ള അതിൽ ടോപ്പ് എന്ന് വന്നത് വളരെ അർത്ഥവത്തായി. കാരണം ടോപ്പിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അത് ഈ പിള്ളേരെ പോലുള്ള 5-6 മതി. മിസ്റ്റി മോക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മിസ്റ്റി മോക്ക് ഞങ്ങളുടെ ഒരു രണ്ടുപേരും പിന്നെ ഒന്നും കൂടി അതാ ഉള്ളിലിട്ടോട്ടോ. അയ്യോ ആർക്കും അവിടെ നിൽക്കുന്ന മക്കളെ എന്ത് ചെയ്താലും അവിടെ നിൽക്കുന്ന 2 കൊടുക്കരുത്. അപ്പൊ ഇനി മോള് മീനൂട്ടിയുടെ പുറത്ത് ആട് കളിക്കാം. ചെയ്യോ? കുഞ്ഞു പറഞ്ഞ ഞാൻ ചെയ്യണോ? പിന്നെ വേണ്ട ചേച്ചി, ഡ്രസ്സൊക്കെ മാറിപ്പോ. ഞാൻ എടുത്തൊരു ഉമ്മ തരാം. ഡ്രസ്സിനെ പറ്റൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. ആൺകുട്ടികളല്ലേ, ഞങ്ങൾ പെൺകുട്ടികളാ. എന്തൊക്കെ ആലോചിക്കുന്നല്ലേ? അല്ല ഇത്തിരി മുട്ടയെന്ന് വിരിഞ്ഞില്ല. ഞാൻ ആരാന്നറിയോ? ചിക്കു. അപ്പൊ
മിസ്റ്റി അല്ലേ? മിസ്റ്റി അല്ല, ആ? ഈ പാട്ടിൽ ഞാൻ ചിക്കുവാ. ഓ ചിക്കു ആണ്. ഓരോ ശരി പാട്ടിൽ ശരി. ഓരോ ഓരോ പേരാ. പേര്. ശരി, അതല്ല, അപ്പൊ അവളുടെ മനസ്സിലെ പെൺകുട്ടികൾക്ക് അങ്ങനെ അത്ര ആരോഗ്യം എങ്ങനെ, അങ്ങനെ ആൺകുട്ടികൾക്ക് അതൊക്കെ പറ്റും. പിന്നെ അവളുടെ നല്ല ഡ്രസ്സാണ്. പോവും ഡ്രസ്സൊക്കെ മാറി അവര് ഷർട്ടും പാന്റും അല്ലേ, നമ്മൾ ഇരിക്കണ സാരിയും ചുരിദാറൊക്കെ അല്ലേ. എത്ര ഈ കുഞ്ഞൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ദൈവം. ശരി, ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുകരേ. മിസ്റ്റി പൂക്കുറ്റി വേണം, ഒരു പൂക്കുറ്റിയും കൂടി വേണം. മോളെ അഡീഷണൽ പൂക്കുറ്റി ഇപ്പൊ കൊടുക്കാറുണ്ട്. ചാർജ് ഉണ്ട് അതിന്. പൂക്കുറ്റിക്ക് ഭയങ്കര ഡിമാൻഡ് അവിടെ. പൂക്കുറ്റിക്കൊക്കെ ഇപ്പൊ എന്തൊരു വിലയാന്നറിയോ? എന്തായാലും മോള് ചോദിച്ചതല്ലേ, അടി ഒരു മിസ്റ്റി പൂക്കുറ്റി. അപ്പൊ ദേ ഇത്ര വരും. ആ, കഴിഞ്ഞു, തീർന്നു. പെട്ടെന്ന് തീർന്നു. എന്നാലും സാരമില്ല, 2 പൂക്കുറ്റി മോക്ക് തന്നില്ലേ? അതിന്റെ ഇടയ്ക്ക് അവള് ചോദിക്കും, പൂക്കുറ്റിക്ക് എത്രയാന്ന്. ഞാൻ പേ ചെയ്യാം സാർ. ഞാൻ മമ്മൂട്ടിയെ മേടിച്ച് തരാം. ഓക്കെടാ, ബൈ, ഗോഡ് ബ്ലെസ് യു. Bye. Bye, see you. Bye. ഞാൻ പോട്ടെ ചേട്ടാ. ആ, bye. ഞാൻ പോകത്തില്ല. കൊച്ചിനെ കൊണ്ട് അങ്ങ് അതിന്റെ അങ്ങ് ആക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനിപ്പോ പോകണോ അല്ലേ? ഒരു കാര്യം ചെയ്യ്, കുറച്ചു നേരം അവിടെ നിൽക്കി, കുട്ടി എങ്ങുന്നുണ്ട് എവിടെ? അവിടെ നിൽക്കി. കൈ കഴിക്കുന്ന എത്ര നേരമാണെന്നോ? അതൊന്നും ഇല്ല. മിസ്റ്റി ഇല്ല. ഇല്ല, കുഴപ്പമില്ല. എനിക്ക് ശീലമൊക്കെ ഉണ്ട് പിള്ളേരെയൊക്കെ എടുത്ത്. എങ്ങനെ? എന്റെ വീട്ടിലൊരു ചെറുതില്ലേ, 2 പിള്ളേരില്ലേ? ആ, അവര് ഇങ്ങനെ എടുക്കാറുണ്ടോ? പിന്നെ അനീത്തിയാണ് ഇതല്ലേ? അനിയ കുഞ്ഞല്ലേ? ആ, എന്ത് പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് താഴെ ആരും ഇല്ലട്ടോ. എനിക്ക് വലിയ ശീലമൊന്നുമില്ലേ. എടുത്തോ. വേണ്ട, ഇവിടെ വേണ്ട, ഇഷ്ടം പോലെ എനിക്ക് ശീലമൊന്നും ഇല്ല. അല്ല അതെന്താ ഒരു മടി ചേട്ടൻ? നീ വന്നെങ്കിടേ. മടിയോ എനിക്കോ? ഇത് ഒറ്റ കൈ മതി, കണ്ടോ? ശരി, കൈ കാണിക്കാം. നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാം, നാളെ വൈൻഡപ്പ് വരാന്ന് ചെയ്യാം. പറഞ്ഞ എല്ലാരോടും പ്രേക്ഷകരോടൊക്കെ. ടാറ്റാ, Bye-bye. നാളെ വരാം. അപ്പൊ നാളെ നമുക്ക് ഇതേ സമയം വീണ്ടും ഇതേപോലെ കാണാം. അടിച്ചു പൊളിക്കാൻ വരാന്ന് പറ എല്ലാരോടും. ശരി ശരി, ഏ, ബൈ അതാ, ബൈ. ഇപ്പൊ അതാ. ഞാൻ എല്ലാം പറഞ്ഞു. അതേപോലെ അടിച്ചുപൊളി. അപ്പൊ ഫാമിലി പോയിട്ട് വാ, വേം വാ. ടാറ്റാ. ടാറ്റാ. ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ. ഓഫ് ചെയ്യ്. ഓഫ് ചെയ്യ് ലൈറ്റ്. ആ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.